ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയതാണ്. അപ്പോൾ സർവീസിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം എല്ലാ മൂവ്മെൻറ്റുള്ള പാർട്സുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. തേമാനുള്ള ഡാമേജുള്ള പാർട്സുകളായാലും തേമാനുള്ളതൊക്കെയായാലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. അതൊന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വീഡിയോ ആക്കിയിട്ട് തന്നെ അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ലൈനർ കിടക്കുന്നത് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്, ഉപയോഗിക്കാൻ നല്ല കട്ടയുണ്ട്. പിന്നെ നമ്മളത് വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം നോക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്കിൻ്റേതായിട്ടുള്ള നനവ് തുടങ്ങിയിട്ടുണ്ട്. ഈ ബാക്കിലത്തെ ഗിയർ ബോക്സിൻ്റെ ഈ ഭാഗത്ത് ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ആരംഭമാണ് കാണിക്കുന്നത് കേട്ടോ. ഇപ്പം നമുക്കത് ചെയ്യണമെന്നില്ല, അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വർഷം നമുക്ക് ചെയ്യേണ്ടി വന്നേക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അഴിക്കാമെന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് ഫുള്ളായിട്ട് അഴിച്ചാലാണ് അതിൻ്റെ ഓയിൽസിൽ മാറ്റാൻ പറ്റുള്ളൂ. അതായത് ഉള്ളിൽ നിന്നാണ് അതിൻ്റെ ഓയിൽസിൽ അടിച്ചേക്കുക. അപ്പോൾ കൂടുതലായിട്ട് പ്രോബ്ലം മണ്ണുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസ് നമുക്ക് അഴിച്ച് മാറ്റാം. ഇപ്പം നമുക്ക് ചെയ്യണമെന്നില്ല, ആരംഭമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ സമയത്ത് അഴിച്ചേക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് പൊടി കയറി നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. ശരിക്കും നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ മാറ്റേണ്ടി വരുന്നത് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് എയർ ഫിൽറ്റർ മാറ്റേണ്ടത്. ഓരോ 10,000 നമ്മൾ എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയിടേണ്ട അത്യാവശ്യമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പേപ്പർ ക്വാളിറ്റി അത്രേ ഉള്ളൂ. നമുക്കത് ഒരു പ്രാവശ്യമൊക്കെ ക്ലീൻ ചെയ്തിടാം, അതിന് ശേഷം മാറ്റാനുള്ളതാണ് പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ശരിക്കും ഇത് യെല്ലോ കളറാണ് അതിൻ്റെ പേപ്പറിൻ്റെ കളറ് ശരിക്കും. പക്ഷേ ഇപ്പോൾ അത് പൊടിയൊക്കെ പിടിച്ചിട്ടാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയേക്കണേ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. CVT ക്ലച്ചാണ്. നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിങ് ഒക്കെ ചെയ്യേണ്ട ഒരു ക്ലച്ചാണ് നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് വരാം. സ്കൂട്ടർ മോഡലെല്ലാം ആ രീതിയിലാണ് വരാം. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നമുക്ക് വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളറൊക്കെ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉണ്ട്. കംപ്ലയിൻ്റ് എന്നൊന്നും പറയാറായിട്ടൊന്നുമില്ല. ബെൻഡെക്സ് യൂണിറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തുള്ളത് ഇവിടെ ഇതിൻ്റെ ഈ കപ്പൊക്കെ പൊട്ടിയ കിടക്കുന്നത്. പക്ഷേ മോട്ടർ ബെൻഡെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ തൽക്കാലം ഇത് ഇവിടെ നിന്ന് പൊട്ടി കിടക്കേണ്ട അത് എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ബെൻഡെക്സ് വന്ന് പിടിക്കുന്ന വീലുമ ടച്ച് ചെയ്ത് വരഞ്ഞ് പൊട്ടിയേക്കണതാണ്. അത് പ്രോബ്ലം ഒന്നുമില്ല, നമുക്ക് എടുത്ത് കളഞ്ഞിട്ട് സെറ്റ് ചെയ്യാം, പ്രശ്നമില്ല. കാരണം വർക്കിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയായിരുന്നു. ബെൽറ്റ് കുഴപ്പമൊന്നുമില്ല, പുതിയ ബെൽറ്റ് കിടക്കണേ. നമുക്കൊന്ന് എയറൊക്കെ അടിച്ചൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്തിടാം. ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് നമ്മളൊന്ന് ഗ്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് CVT ക്ലച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ്. ശരിക്കും നമുക്ക് ഓരോ 10,000 കിലോമീറ്റർ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. നമ്മൾ ഓരോ സർവീസിൽ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഓരോ സർവീസിൻ്റെ പീരീഡിൽ നമുക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഗ്രീസ് ചെയ്ത് പോകാറുണ്ട്. കമ്പൽസറി ആയിട്ട് നമുക്ക് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ നിർബന്ധമായിട്ടും ഗ്രീസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ്. അപ്പോൾ കൂട്ടത്തേക്കൂടെ നമ്മളത് അഴിച്ച് ഗ്രീസ് ചെയ്ത് പോകുന്നുണ്ട്. ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റാണത്. ക്ലച്ച് വെയിറ്റ്, ക്ലച്ച് ഷൂ എന്ന് പറയും. അതതിൻ്റെ ഈ ഇതിൻ്റെ സീറ്റിങ്ങും ഈ പ്ലേറ്റും അത് പിന്നുമ്മ ടൈറ്റ് ആയി തുടങ്ങിയിരുന്നു. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഇടുന്നുണ്ട്. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് കേബിൾ കംപ്ലൈൻ്റ് ഉണ്ട്. കാരണം ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും കേബിളിന് ഇങ്ങടേക്ക് മൂവ് ചെയ്യാനായിട്ടുള്ള ഗ്യാപ്പില്ല. അത് ഔട്ടർ വലിഞ്ഞ് പോയേക്കണതാണ്. കാരണം ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങടേക്ക് കയറി വേണം. ഇത്ര അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്ക് ഇവിടം വരെ എത്തും. അപ്പോൾ ലിവറുമ്മ ബ്രേക്ക് കാണിക്കും, പക്ഷേ വണ്ടി കൃത്യമായിട്ട് ബ്രേക്കായി നിൽക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഈ കേബിളിൻ്റെയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നല്ലതാണ്. ബ്രേക്ക് ലൈനർ അത് തന്നെ മതി. ആ കേബിൾ മാത്രം നമുക്കൊന്ന് മാറ്റിയിടേണ്ട അത്യാവശ്യമുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ചോക്കിൻ്റെ കേബിൾ നമ്മൾ വലിക്കുമ്പോൾ എന്തുകൊണ്ടോ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. തന്നെയല്ല നമ്മളത് ഇവിടേക്ക് നോക്കുന്ന സമയത്തുണ്ടല്ലോ ചെറുതായിട്ട് ലോഡായിട്ട് നിൽക്കുക. ഈ സൈഡ് ഇച്ചിരി അല്പം ലോഡിലാണ് നിൽക്കുക. കാരണം അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വണ്ടിക്ക് മൈലേജ് ഒരുപാട് ഷോർട്ടായിരിക്കും. കാരണം ചോക്കായി നിൽക്കുക എന്ന് പറയുമ്പോൾ ചോക്ക് വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോളാണ് കൂടുതൽ ഹെഡിലേക്ക് ചെല്ലുക. അപ്പോൾ പെട്ടെന്ന് വണ്ടി വാമാവുകയും എൻജിൻ സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് ചൂടാവുകയൊക്കെ ചെയ്യണത് അതുകൊണ്ട്. പക്ഷേ ഇങ്ങനെ കേബിൾ വലിഞ്ഞ് വയ്ക്കുമ്പോൾ ഫുൾ ടൈം അത് പെട്രോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് മൈലേജിന് ഒരുപാട് ദോഷം ചെയ്യണ സംഭവമാണ്. അപ്പോൾ അത് കൈയോടെ മാറ്റിയിടാം. അപ്പോൾ ബ്രേക്കിൻ്റെ കേബിളും ചോക്കിൻ്റെ കേബിളും നമുക്ക് മാറ്റേണ്ടി തന്നെ കേബിൾ ഐറ്റംസ് കിട്ടും. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഒരു പോയിൻ്റില്ല, ഒരു പോയിൻ്റ് പോയേക്കാണ്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ട് വീലും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യും. അപ്പോൾ ബാക്ക് വീൽ അഴിച്ച് നിർത്തിയാണ് കൂടെ. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ഡ്രമ്മൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ബാറ്ററി നമുക്കിത് ഇരിക്കണ ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2023 മോഡൽ ബാറ്ററിയാണ് ഇത് ഇരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 5 ആംപിയറുള്ള ബാറ്ററിയാണ്. അപ്പോൾ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ജനറൽ സർവീസിൽ ബാറ്ററി ടെസ്റ്റൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ അതുകൊണ്ട് കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് പോകണമെന്നുള്ളൂ കേട്ടോ. 2023 എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായാലും അതിൻ്റെ ഒരു വാറണ്ടി പീരീഡ് ആയിരുന്നു. ഈ വർഷം കൂടി ഉണ്ട് വാറണ്ടി. അത് ഏത് മാസമാണെന്നുള്ള കേസ് നോക്കണം. ജസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് പോയി എന്നുള്ളൂ, വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല.
പിന്നെ നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗും സെക്കൻഡറി ഫിൽറ്റർ. സ്പാർക്ക് പ്ലഗ് മാറ്റണമെന്ന് പറയുന്നത് എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ മാറ്റേണ്ടി വരുന്ന ഒരു പാർട്ടാണ് ഈ സ്പാർക്ക് പ്ലഗ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇടണം. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ്. സെക്കൻഡറി ഫിൽറ്റർ ഫോം ടൈപ്പ് സ്പോഞ്ച് പോലത്തെയാണ്. അത് അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പൊടിഞ്ഞൊടിക്കിട്ടുണ്ട്. ഇതുണ്ട്. അതാണ് ഇനിയിപ്പോൾ കൂട്ടത്തിലതൊക്കെ ഉള്ളിലേക്ക് വലിച്ചേറ്റാൻ തുടങ്ങും. അപ്പോൾ അത് കൈയോടെ നമുക്കത് ചേഞ്ച് ചെയ്തിടാം. എൻജിൻ ഓയിൽ നമുക്ക് 28,000, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ നോക്കുമ്പോൾ വലിയ ഇതിനകത്ത് വലിയ വ്യത്യാസം തോന്നണില്ല നമുക്ക്. അപ്പോൾ 28,400 മാറ്റിയേക്കണേ. കുറച്ചും കൂടി ഓടാനുണ്ട്. അപ്പോൾ നമുക്ക് ഓയിൽ ലെവലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഓയിലാണ്, ലെവലും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കിലോമീറ്റർ ആയിട്ട് മാറ്റിയാലും മതി. ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഏകദേശം ഇത്ര ആയിട്ട് കിട്ടുന്നുള്ള. ഇപ്പം എന്തായാലും നിസ്സാരം കൂടിയാണ് നിലവിൽ ഓടാനുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് കാര്യമായിട്ട് വന്നിട്ടില്ല. പക്ഷെ അത് ഏകദേശം 3000 കിലോമീറ്ററിലാണ് നമുക്ക് ഓയിൽ മാറ്റേണ്ടത്. നിസ്സാരം കൂടി ഉള്ളൂ ഇനിയിപ്പോൾ ഓയിൽ ഓടാനായിട്ട്. അപ്പം വേണമെങ്കിൽ നമുക്ക് കൂട്ടത്തിൽ കൂടെ ഓയിൽ കൂടി മാറ്റാവുന്നുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കൊന്നും നമ്മൾ വീണ്ടും കയറ്റി ഓയിൽ മാറ്റേണ്ടതായിട്ട് വരും. നിസ്സാരം 100-200 കിലോമീറ്റർ താഴേക്ക് ഉള്ളൂ ഇനി ഓടാനായിട്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് പറയാം. അതായത് ബ്രേക്കിൻ്റെ കേബിൾ, ബാക്കിലത്തെ ബ്രേക്ക് കേബിൾ, ചോക്കിൻ്റെ കേബിൾ, അതേപോലെ തന്നെ എയർ ഫിൽറ്റർ പ്ലഗ്, സെക്കൻഡറി ഫിൽറ്റർ, എൻജിൻ ഓയിലും കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. എൻജിൻ ഓയിൽ ഇപ്പോൾ നിസ്സാരം 300, ഏകദേശം ഒരു 200 കിലോമീറ്റർ, 300 കഷ്ടി ഓടാനുള്ളൂ. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് കുണ്ടനേക്കാളും നല്ല കൂട്ടത്തിലൂടെ മാറ്റി പോകണമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഹെഡ്ലൈറ്റ് ബൾബ് വരണം. ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അതനുസരിച്ചിട്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യുള്ളൂ.